ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എഗെയിൻ നമുക്ക് വീട്ടിൽ വേണ്ടാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് വർക്കിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 2 പ്ലേറ്റ്സ് ആണ്. ബിരിയാണി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ഇതില്ലെങ്കിൽ സീനാക്കണ്ട, നമുക്ക് ഈ ഐസ്ക്രീംസ് ഒക്കെ മീൻസ് ഫാമിലി പാക്ക് ഐസ്ക്രീംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വലിയ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസുള്ള ഇതുപോലത്തെ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് കാർഡ്ബോർഡ് പീസാണ്. 4 പീസസ് വേണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴെ പിന്നെ 3 സൈഡ്സിലും. മെഷർമെൻറ്റ്സ് തൽക്കാലം ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന പ്ലേറ്റ്സ് ഏതാണോ അതിൻ്റെ വിടുത്തും ലെങ്ത്തും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ പീസസ് ഒക്കെ ജസ്റ്റ് ഒരു A4 വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റാൻ പറ്റണം. അതുകൊണ്ടാണ് കാർഡ്ബോർഡിൻ്റെ മെഷർമെൻറ്റ്സ് പ്ലേറ്റ്സിൻ്റെ ലെങ്ത്തും വിടുത്തും നോക്കിയിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് മീൻസ് ആ പ്ലേറ്റ്സുകൾ ഇതിൻ്റെ അകത്തോട്ട് വെക്കണമല്ലോ, അപ്പോൾ അതിനൊരു പരിപാടി കൂടി ഉണ്ട്. അത് നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ പഴയ കളേഴ്സോ അല്ലെങ്കിൽ നമ്മളെ പെൻ ഉണ്ടാവുമല്ലോ, മഷിയൊക്കെ കഴിഞ്ഞ പെന്നോ ഇനിയിപ്പോൾ പഴയ വേണ്ടാത്ത പെൻസിൽസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ വേണം. കുറച്ചെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ്സിന് 2 എണ്ണം വെച്ചിട്ട്, അപ്പോൾ എത്ര പ്ലേറ്റ്സ് ആണോ വേണ്ടത് അതിന് 2 എണ്ണം വെച്ചിട്ട്. അപ്പോൾ എനിക്കിവിടെ 2 പ്ലേറ്റ്സ് ആയതുകൊണ്ട് 4 എണ്ണം വേണം. സോ ഞാൻ 4 പഴയ കളേഴ്സ് ഉണ്ടല്ലോ, കളറൊക്കെ കഴിഞ്ഞ് 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് രമണ, നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങണ്ടേ, ആ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര ബുദ്ധിപരമായ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ കളർ ഉണ്ടല്ലോ അത് 2 സൈഡ്സ് നമുക്ക് എവിടെയാണോ വേണ്ടത് ഇതുപോലെ 2 സൈഡ്സിൽ 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ആ ഒട്ടിച്ചത് സെറ്റായാൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ പാത്രം ഇതുപോലെ അകത്തോട്ട് വെക്കാനും ഇങ്ങനെ പുറത്തോട്ട് വലിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കുറച്ച് ബാക്കിലോട്ടാക്കി ഒട്ടിച്ചാൽ കളർ നമുക്ക് പെട്ടെന്ന് കാണൂല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കളേഴ്സും ഒരേ ലെവലിലാവാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒട്ടിച്ച സമയത്ത് തന്നെ 2 പ്രാവശ്യം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇപ്പോഴും റെഡി ആയിട്ടില്ല എന്ന് മനസ്സിലാതെ ചെറിയൊരു ചെരിവുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് നമുക്ക് കവർ ചെയ്യണം, അപ്പോഴേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ മുകൾ ഭാഗം അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ A4 ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രെയിം ഇങ്ങനെ ആയിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും, മീൻസ് ഒട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഒട്ടിക്കിട്ടാൻ നല്ല പണിയായിരിക്കും, അത്യാവശ്യം നല്ല ടൈം വേണ്ടി വരും. അതുമല്ല ഞാൻ ഒട്ടിക്കാൻ നല്ല പണി എടുത്തിട്ടോ, കാരണം ഗ്ലൂ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പീസ് ഗ്ലൂ ഉണ്ടായിരുന്നു, അത് പിന്നെ ഉരുക്കിയിട്ടൊക്കെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ പിന്നെ കുറച്ച് ഫെവിക്കോളും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ജസ്റ്റ് ആ പ്ലേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് പോരുന്നതായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഉച്ചക്ക് ഇപ്പോൾ വന്നപ്പോൾ ഗ്ലൂ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ ഒക്കെ എടുത്തത്. ഇനി നമുക്ക് ഈ ബോക്സിലോട്ട് വെക്കേണ്ട ഐറ്റംസ് ഒക്കെ ജസ്റ്റ് വെക്കുക. ഞാൻ താഴത്തെ ബോക്സിൽ എൻ്റെ കളേഴ്സ് വെച്ചിട്ടുണ്ട്, മുകളിലെ ബോക്സസ് പിന്നെ ഗ്ലൂ, അതേപോലെ മാർക്കർ, കുറച്ച് പെൻസിൽ, സ്കെയിലല്ല പെൻസിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇതേ സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇങ്ങനെ പുറത്തോട്ടും അകത്തോട്ടൊക്കെ വേണം ഫുള്ളായിട്ട് എടുക്കാം. നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വർക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിൽ ഓൾ എന്ന് കൊടുക്കുക. താങ്ക്